ഹലോ ഗൈസ്, ഇന്ന് തിരുവോണമാണ്. നമ്മളൊരു വലിയ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ദേ രാവിലെ തന്നെ നമ്മളത് പൂക്കളെ വിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇന്നലെ തന്നെ നമ്മളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം ഡിസൈനൊക്കെ നോക്കി വെച്ചായിരുന്നു, പക്ഷെ ആ സമയമായപ്പം അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. പിന്നെ നമുക്ക് അറിയാവുന്ന പോലത്തെ ഡിസൈനൊക്കെ വരച്ചു. ഇവിടം വരെ ഓക്കെ ആയിരുന്നു. ഇനി അങ്ങോട്ടായിരുന്നു എല്ലാം ഫ്ലോപ്പായി തുടങ്ങിയത്. ഇതിൻ്റെ ഔട്ട്ലൈനായിട്ട് ആ ഓറഞ്ച് പൂ കൊടുത്തു. അതിന് ശേഷം കുറച്ച് ആ റോസ് പൂക്കളുണ്ട്, അത് വെക്കണ്ടായിരുന്നു. അത് വെച്ചത് കൊണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു കേട്ടോ അവിടെ. അങ്ങനെ അത് വെച്ചത് കൊണ്ട് അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. അങ്ങനെ പിന്നെ മഞ്ഞപ്പൂക്കൾ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. പൂക്കളിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ദേ ഓണക്കോടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിഥി ഉണ്ടായിരുന്നു. പൂക്കളത്തിൻ്റെ പകുതി തൊട്ട് അവളും കൂടി ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഞാനും അതിഥിയും കൂടെ ദേ നമ്മുടെ തനിമ ക്ലബിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അതിഥിയും ചെന്ന സമയം പരിപാടികൾ തുടങ്ങുന്നതേ ഉള്ളായിരുന്നു. ഫസ്റ്റ് ജൂനിയർ ഗേൾസിൻ്റെ ഓട്ട മത്സരമായിരുന്നു. അത് കഴിഞ്ഞതേ മിഠായി വറക്കലായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് മിഠായി വറക്കലിൽ പങ്കെടുക്കാൻ പറ്റിയില്ലായിരുന്നു, വീട്ടിലായിരുന്നു കേട്ടോ. ഇന്ന് കഴിഞ്ഞ വർഷം ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പരിപാടിക്ക്. അതുകൊണ്ട് ഈ വട്ടം മിഠായി വറക്കലിന് വരണം എന്ന് പറഞ്ഞ് വന്നതാണ്. അങ്ങനത്തെ അതിഥിയെ കയറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിഥി ഈ വട്ടമാണ് എല്ലാ മത്സരങ്ങളിലും കയറുന്നത്. എല്ലാ മത്സരങ്ങളും ഇല്ല, അവർക്ക് ഉള്ള മത്സരങ്ങളിലൊക്കെ ഞാൻ അവളെ കയറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കാണ് മിഠായി പറക്കലിന് ഫസ്റ്റ്. അടുത്തത് സൂപ്പർ സീനിയർ ബോയ്സിൻ്റെ ആയിരുന്നു മിഠായി പറക്കൽ. അങ്ങനെ അവരുടെ മുത്താണ് കേട്ടോ, അത് പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മുത്താണ്, കാണാൻ പോലും പറ്റുന്നില്ല. ഓടിപ്പോ, ഓടിക്കോ മക്കൾ, ഓടിക്കോ. വീട്ടിൽ ചെന്നിട്ട് പൊട്ടിക്കാം. നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണേ. ഇപ്പോൾ ഇതേ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ കുളങ്കരയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ച് ഇവിടെ പടുക്കയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് സദ്യയൊക്കെ വിളമ്പി കാണുമെന്ന്. അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്കും പടുക്കയൊക്കെ എടുക്കുന്നതേ ഉള്ളായിരുന്നു, ഒത്തിരി സമയമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അതിഥിയും കൂടെ അതേ സദ്യ കഴിക്കുകയാണ്. നമ്മൾ സേമിയ പായസമാണ് വെച്ചത്. അതിനുശേഷം ദേ അതിഥിയും അച്ഛനും പുലിയുടെ സിംഹത്തിൻ്റെയൊക്കെ മാസ്ക് ഇട്ട് നിൽക്കുകയാണ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിംഹത്തിൻ്റെ മാസ്കാണ്. ഇതിട്ടേക്കുന്നത് ഞാനാണ്. എനിക്കും അതിഥിക്കും ആ സിംഹത്തിൻ്റെ മാസ്ക് നല്ലോണം ചേരുന്നുണ്ടായിരുന്നു. അങ്ങനെ മാസ്ക് ഇട്ട് അതിഥിയെ വെളിയിലോട്ട് ഇറക്കിയിട്ടുണ്ട് ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ചുറ്റും ഓട്. അതിഥിയാണ് ഗായ്സ് വീഡിയോ എടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും അതിഥിയും രാവിലെ ക്ലബ്ബിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുത്തില്ലായിരുന്നു. ക്ലബ്ബ് നമ്മുടെ വീടിൻ്റെ അടുത്താണ്, അതുകൊണ്ട് ഞാനും അതിഥി നടന്നാണ് പോയത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ജൂനിയർ ഗേൾസിൻ്റെ ബിസ്ക്കറ്റ് കടി സബ് ജൂനിയർ ഗേൾസിൻ്റെ ബിസ്ക്കറ്റ് കടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജൂനിയർ ഗേൾസിൻ്റെ തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് സെക്കൻഡ് ഉണ്ടേ ജൂനിയർ ഗേൾസിൻ്റെ ബിസ്ക്കറ്റ് കടിക്ക്. പിന്നെ അതിനുശേഷം സദ്യ കഴിക്കാൻ പറ്റും. അങ്ങനെ ഞാനും അതിഥി വീട്ടിൽ പോയി. നമ്മൾ നേരത്തെ പോയി സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം പിന്നെ അതിഥി അവിടെ ആക്കിയിട്ട് ഞാൻ വീണ്ടും വന്നു. ഇത് അതിഥിയുടെ ഫ്രണ്ട് ജാനിക്കുട്ടിയാണ്. അതിനുശേഷം ചാക്കിൽ ചാട്ടം മത്സരമായിരുന്നു.
ഇപ്പം അതേ പാവയ്ക്കാതീറ്റി മത്സരമാണ്. എൻ്റെ കഷ്ടകാലത്തിന് പാവയ്ക്ക തിന്നാൻ പോയതാണ്. ഭയങ്കര കയ്പ്പായിരുന്നു. ഞാൻ ഒരു 3 എണ്ണമൊക്കെ കഴിച്ചു. 3 എണ്ണത്തിൻ്റെ പകുതി എൻ്റെ വായിക്കകത്ത് കിടപ്പുണ്ട്. എനിക്ക് ഇറക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ കുറച്ച് സമയം വായിലിട്ടിട്ട് പിന്നെ കുറേ പേര് 5 എണ്ണോ 6 എണ്ണോ ഒക്കെ കഴിച്ചവരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി 3 മിനിറ്റേ ഉള്ളൂ. 3 മിനിറ്റുള്ള മാക്സിമം പാവയ്ക്ക കഴിക്കുക. എന്നുവെച്ചാൽ നമുക്ക് ഇത് സമയപരിധിയുണ്ട്. 3 ചിഞ്ചു 8 എട്ടാമത്തെ 8 7 10 8 7 10 8 7 10 ഇനിയൊരു സമയമുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പ്രോഗ്രാം തുടങ്ങാം. കഴിഞ്ഞു. നമുക്ക് എത്ര 2 മിനിറ്റ് 9 എത്ര 9 10 8 9 10 7 ആകും. 9 10 8 ചിഞ്ചു 9 11 റാണി 11 എനിക്ക് തോന്നുന്നു പാവയ്ക്ക കണ്ടിട്ടില്ല. മധുരമുള്ള പാവയ്ക്കയാണോ ഈ സംശയമുണ്ടോ? ഇല്ലേ, മാറ്റിയെടുത്തോളൂ, കൈക്കോളൂ. ഇനി 2 മിനിറ്റ് ഉള്ളൂ. മാക്സിമം പാവയ്ക്ക കഴിക്കുക, അത്രേ ഉള്ളൂ. 9 11 8 1 മിനിറ്റ് കൂടെ ബാക്കി. 1 മിനിറ്റ് കൂടെ ഉള്ളൂ. മാക്സിമം കഴിക്കുക, വാ കാണിക്കുക. ഇതേ ഉള്ളൂ. 9 10 നോക്കട്ടെ, പൊട്ടുന്നില്ല. പൊട്ടിക്കണേ, ഒരാൾ തുടങ്ങുവാണ്. സ്റ്റാർട്ട്. പൊട്ടിയൊരു മാറാ രണ്ടുപേരും മാറിക്കോ. അങ്ങോട്ട് പൊട്ടുന്നവര് മാറുക. 1 2 3 മതി. ഇനി 2 3 4 1 2 3 ഓക്കെ. കഴിഞ്ഞു. മത്സരം കഴിഞ്ഞാനായി. ഇല്ല, ഇനിയുണ്ട്. ഇനി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കോളം. ഓക്കെ, പൊക്കി പിടിക്കാം. ഇനി ആര് മത്സരിച്ചു, ആര് ജയിക്കുന്നു, 6 ബലൂൺ പൊട്ടുന്നു, അവർ ഔട്ട്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ വിസിൽ. അടിപൊളി. കൈയടിക്കണം പിള്ളേർ, കൈയടിക്കേ. ഇല്ല, പൊട്ടിയില്ല. മോനെ പിടിക്കടാ, പൊട്ട്. ഈ 2 പേരും മാത്രം ഫസ്റ്റും സെക്കൻഡിനുമുള്ള മത്സരമാണ്. ഒരു മിനിറ്റ് മോനെ, ഒരു മിനിറ്റ്. വേണ്ട, അവർ പൊട്ടിച്ചോളും. പൊട്ടിക്കടാ. കൈയടിക്കണം. ഫസ്റ്റ് കാല് നോക്കണേ. റഫറിയുടെ തീരുമാനം അന്തിമമാണ്. കാല് നോക്കിയോ. റഫറിയുടെ തീരുമാനം അന്തിമമാണ്. ഇല്ല, പൊട്ടിയില്ല. അമ്മമാരുടെ ബലൂൺ ഫൈറ്റ് മത്സരമാണ് അടുത്തത്. കഴിഞ്ഞു. ഫസ്റ്റ് സെക്കൻഡ്. നോക്കട്ടെ. കൈകോട്ടെ, ഇങ്ങോട്ട് വന്നേ. ഒന്നോട്ടായി. പൊക്കി പിടിക്കണേ. ഔട്ടാണേ. നോക്കട്ടെ. ഓക്കെ, ഔട്ടാവുന്നേ. ബാക്കിലോട്ട് നോക്കണേ. ലൈൻ വെളി പോകരുത്. ഔട്ട്. ഓക്കെ. ഇനി അടുത്ത്. പൊട്ടിക്കുന്നില്ലേ? വാശി. ഓക്കെ, ഇനി കാണാൻ ചെല്ലാണ്. നോക്കാം. ഒരു കുടുംബത്തിൽ 2 പേരും മറ്റൊരു കുടുംബത്തിൽ ഒരാളും. നോക്കാം. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉണ്ടോ? ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ ഉള്ളേ. നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ ഉള്ളേ. ഫസ്റ്റ് സെക്കൻഡ് അത് കൊള്ളാം. ഒരു കുടുംബത്തിൽ 2 പേര് ഒരാളെ ആക്രമിക്കും. എന്തോ ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ.
ആലോചിച്ച് പെരുമാറ, ആലോചിച്ച്. ആ ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് വേണ്ടി മാത്രമുള്ള മത്സരമാണ്. അമ്മ ഷുഗർ 153 പോട്ടെ, 150 ഒന്നൊന്ന്. ഓക്കെ, ഒരാൾ പോയി അല്ലേ? നടപ്പില്ല. നടക്കരുത്, ഓട്. ഓക്കെ, ഒരാൾ 2 പേര് പോയി, 2 കസേര കൂടെ മാറ്റി. ഇപ്പൊ സ്വർണ്ണ നാണയത്തിന് വേണ്ടിയിട്ടുള്ള കസേര കളിയാണ്. എല്ലാ വർഷവും ഇത് തന്നെയാണ് കേട്ടോ. എല്ലാ വർഷവും കസേര കളിക്ക് സ്വർണ്ണ നാണയം നിലാമുറ്റം ജ്വല്ലറിന്ന് സമ്മാനമുണ്ട് അമ്മമാരുടെ കസേര കളിക്ക്. കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് ബലൂൺ ഫെയ്റ്റിന് ഫസ്റ്റ് അങ്ങനെ കുക്കർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വർഷമാണെങ്കിൽ ബലൂൺ താഴെ പോയതേ ഉള്ളൂ. അമ്മ വിചാരിച്ചാവട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു. പിടിക്കണ്ട, ആരും പിടിക്കരുത്. കൈ പുറകട്ടെ, കൈ പുറകട്ടെ. ഓക്കെ. ഹാപ്പി ഓണം പറ അതിഥി ഹാപ്പി ഓണം പറ ബേബിയോട്. ഷീജേൻ്റെയാണ് കസേര കളിക്ക് ജയിച്ചത്. ഈ വയലറ്റ് നൈറ്റ് ഇട്ടിട്ടുള്ള ആൻറ്റിയാണ് ജയിച്ചത്. അതിനുശേഷം തലയാണയുടെ മത്സരമാണ്. ഇതിനുശേഷം പിന്നെ വടംവലിയാണ്. കല്യാണം കഴിക്കാത്തവരുടെയും കല്യാണം കഴിച്ചവരുടെയും കൂടെയുള്ള വടംവലിയാണ്. അമ്മമാരുടെ ഉണ്ടായിരുന്നു, പക്ഷേ കല്യാണം കഴിക്കാത്തവർ വന്നില്ല കേട്ടോ വടംവലിക്ക്. അങ്ങനെ പിന്നെ അവസാനം അത് ക്യാൻസൽഡ് ആക്കി. വടംവലിക്ക് ശേഷം നല്ല അടിപൊളി ഉറിയടിയായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ കിട്ടിയില്ല. അമ്മയാണെങ്കിൽ ഫോണും കൊണ്ട് പോയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഉറിയടിയായിരുന്നു. അവിടെ സൈഡിൽ നിന്നവരുടെ മേത്ത് വരെ വെള്ളം തെറിച്ച്, അത്രയ്ക്കും വെള്ളം എറിച്ചിലായിരുന്നു.
പിന്നെ ഈ വർഷം നമ്മുടെ തനിമ ക്ലബിൻ്റെ ഓണപരിപാടികളും കാർഷിക ആദ്യമായിട്ടാണ് ആഘോഷങ്ങളും കേട്ടോ നടത്തി വരുന്ന കല്യാണം ഒരു കഴിച്ച ക്ലബ്ബാണ്. ഒരു വടംവലിക്ക് ഞാനൊക്കെ എൻ്റെ ജയിച്ചു. സ്കൂളിൽ സാധാരണ പഠിക്കുന്ന എല്ലാ കാലം വട്ടം മുതൽ ഈ കല്യാണം ക്ലബ്ബുമായി ബന്ധപ്പെട്ട് കഴിക്കാത്ത ടീമാണ് പ്രവർത്തിക്കുന്നതാണ്. വടംവലിക്ക് ഇന്നിപ്പോൾ ജോലി ജയിക്കുന്നത്. കിട്ടിയതിന് ഈ ശേഷം വട്ടം ഇതേ കല്യാണം വേദിയിൽ കഴിച്ചവരുടെ അധ്യക്ഷ പദം ടീമാണ് അലങ്കരിക്കാൻ ജയിച്ചത്. സാധിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ്. അതിനുശേഷം ഞങ്ങളിതേ വീട്ടിൽ വന്നപ്പോൾ അമ്മൂമ്മ ദേ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ദേ കർപ്പൂരം ഒഴിയുവാണ്. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ സബ് ജൂനിയർ ബോയ്സ് ഒന്നാം സ്ഥാനം ഋത്വിക്, രണ്ടാം സ്ഥാനം ദേവ, ജൂനിയർ ഫസ്റ്റ്. ഇപ്പം ദേ നമ്മുടെ രാത്രിയിലത്തെ സമ്മാനദാനവും സമ്മേളനവും ഒക്കെ തുടങ്ങാറായി. അങ്ങനെ ഞാൻ രാത്രിയിൽ വന്നിട്ടുണ്ട്. പൊന്നാരം കൊയ്തല്ലോ പൊന്നോണം വന്നല്ലോ പൂവേ പൊലിയാരകമായി. പൊന്നാരം കൊയ്തല്ലോ പൊന്നോണം വന്നല്ലോ പൂവേ പൊലിയാരകമായി. മലയാളക്കരയാകെ മഴവില്ലിൻ അല പോലെ ഏതേതോ വർണ്ണങ്ങൾ തൂകിയ നിന്നെ. മലയാളക്കരയാകെ കലതരങ്ങളിൽ തുള്ളികളായി കണ്ടമേടം കൊണ്ടരാതെ കൊണ്ടരി മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുമില്ല. ആരാ ജയിച്ചേ? പോയി ഞങ്ങൾ പോയതിന് ശേഷം എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് നമുക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ കഴിഞ്ഞ അവസാനത്തേക്ക് അതിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് അതിനായിട്ട് ഒരു സമ്മാനം ഇത് ബലൂൺ സൈസിലായിരുന്നു. ബലൂൺ സൈസിൽ സെക്കൻഡ് അതിലേക്കാണ് കിഡ്നീസിന്
ഇവിടെ അവർക്ക് അതിൻ്റെ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ബുക്കും പേനയാണ് സമ്മാനം. പിന്നെ പ്രോത്സാഹന സമ്മാനമായിട്ട് ക്ലാസ്സിലേക്ക് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഒന്നും കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമ്മാനമായിട്ട് ക്ലാസ്സിൻ്റെ ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ പിന്നെ പൊതുവിൻ്റെ പേപ്പറിനായിട്ട് പൊതുവെ കാര്യങ്ങളുണ്ട്.